എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാമൻ്റെ ഭക്തന്മാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പല ആളുകളുടെ പേരുകൾ പറയാറുണ്ട്. ഏറ്റവും മുൻപന്തിയിൽ നമ്മൾ എടുത്ത് പറയുന്ന പേരാണ് ഹനുമാൻ സ്വാമിയുടെ. ഒപ്പം തന്നെ നമുക്കറിയാം സുഗ്രീവനുണ്ട്, ജാംബവാനുണ്ട്. ഭക്തൻ എന്ന നിലയിലല്ലെങ്കിൽ പോലും ലക്ഷ്മണന്റെ ഭക്തിയും എടുത്തു പറയേണ്ടതാണ്. ഭർത്താവാണ് എന്നുള്ള സ്ഥാനത്ത് ആയിരുന്നെങ്കിലും സീതയ്ക്കും ഭഗവാനോട് അതിയായിട്ടുള്ള ഭക്തി ഉണ്ടായിരുന്നു. ആ ഭക്തിയുടെ പലതരത്തിലുള്ള രീതികൾ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു തരത്തിൽ രാവണന് പോലും ഭഗവാനോട് വിദ്വേഷ ഭക്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മഹാത്മാക്കളുണ്ട്. അതും ഭഗവാനെ കുറിച്ചുള്ള സ്മരണമാണല്ലോ. അക്കൂട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു രാജാവാണ് വിഭീഷണൻ എന്ന ലങ്കാധിപതി. രാവണന്റെ മരണശേഷമാണ് അദ്ദേഹം ലങ്കയുടെ അധിപനാവുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന് രാമഭക്തിക്ക് ഒരുപാട് വിശേഷതകളുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ മഹാഭാരത കാലഘട്ടത്തിൽ നാരദ മഹർഷിയോട് യുധിഷ്ഠിരൻ ധർമ്മപുത്രർ ചോദിക്കുന്നുള്ള ഒരു ചോദ്യമുണ്ട്. മഹർഷേ, ഈ ഭഗവാന് നാരായണന് അസുരന്മാരോട് ഒരു വിപ്രതിപത്തിയില്ലേ? ഇദ്ദേഹത്തിന് എപ്പോഴും ദേവന്മാരോടല്ലേ കൂടുതൽ താല്പര്യം? ദേവന്മാരെന്തെങ്കിലും കാര്യം എന്ന് പറയുമ്പോൾ ഭഗവാൻ പെട്ടെന്നത് സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അസുരന്മാർക്കൊരാവശ്യം വരുമ്പോൾ ഭഗവാൻ അങ്ങനെ ഇടപെട്ടിട്ട് വല്ലാതെ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ അസുരന്മാരും ഭഗവാനും തമ്മിൽ ഒരകൽച്ചയുണ്ടോ എന്ന് ധർമ്മപുത്രർ പണ്ട് മഹാഭാരത കാലഘട്ടത്തിൽ നാരദ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് രാജസൂയ വേദിയിൽ വെച്ച് നാരദ മഹർഷി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്ത കഥ യഥാർത്ഥത്തിൽ പ്രഹ്ലാദന്റെ കഥയായിരുന്നു. ആരാണ് പ്രഹ്ലാദൻ? അദ്ദേഹം ഒരു അസുര വംശത്തിൽ വന്ന് ജനിച്ച ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിട്ട് മാറിയത്. അപ്പം അതുകൊണ്ട് തന്നെ ജനിക്കുന്ന കുലമേത് എന്നുള്ളത് ഭഗവാനോടുള്ള ഭക്തിയുടെ നിർണയിക്കുന്ന ഘടകമേ അല്ല. അസുരകുലത്തിൽ വന്ന് ജനിച്ചിട്ടും അല്ലെങ്കിൽ രാക്ഷസ കുലത്തിൽ വന്ന് ജനിച്ചിട്ടും ഭഗവാനോട് സദാ ഭക്തി ഉണ്ടായിരുന്ന ആളായിരുന്നു വിഭീഷണൻ. ആ വിഭീഷണന്റെ രാമഭക്തി എത്രയൊക്കെ വർണ്ണിച്ചാലും നമുക്ക് വർണ്ണിച്ചവസാനിപ്പിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. കാരണം ഏറ്റവും മോശം ചുറ്റുപാടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിരുന്നവർ ആരൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ രാവണൻ, അദ്ദേഹത്തിന്റെ അടുത്ത ജ്യേഷ്ഠൻ സാക്ഷാൽ കുംഭകർണൻ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠത്തി ശൂർപ്പനഖ. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ രാക്ഷസന്മാര്. അവരുടെ ചിന്ത സദാസമയവും ധർമ്മത്തിനെതിരെ. ഇത്രയധികം മോശം ചുറ്റുപാടിൽ നിൽക്കുമ്പോൾ ഒരാൾ മാത്രം എപ്പോഴും ധർമ്മത്തെ മുറുകെ പിടിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെ കൂടുതൽ കാലം നിൽക്കാൻ കഴിയുക അല്ലേ? അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു സമയത്ത് അദ്ദേഹം തൻ്റെ ജനിച്ച കുലം ഉപേക്ഷിച്ച് തൻ്റെ ബന്ധുമിത്രാദികളെ ഉപേക്ഷിച്ച് പറയുമ്പോൾ തൻ്റെ ജ്യേഷ്ഠന്റെ ശത്രുസ്ഥാനത്തുള്ള ഭഗവാനിലേക്ക് വരുന്നത്. കാരണം വിഭീഷണൻ എപ്പോഴും രാമന്റെ പക്ഷത്ത് നിന്നു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ല പ്രയോഗം വിഭീഷണൻ എപ്പോഴും ധർമ്മത്തിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. രാമനും ധർമ്മവും തമ്മിൽ ഭേദഭാവമില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എപ്പോഴും ധർമ്മം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആളായിരുന്നു വിഭീഷണൻ. സീതയെ അപഹരിച്ച് അശോകവനിയിൽ എത്തിച്ച രാവണനെ വിഭീഷണൻ ഉപദേശിക്കുന്നുണ്ട്. അന്യന്റെ ഭാര്യയെ ആശ്രയിക്കുക, അവരിൽ കാമം തോന്നുക എന്നുള്ളത് അധർമ്മമാണ്. അതുകൊണ്ട് ജ്യേഷ്ഠൻ ഇപ്പോൾ തന്നെ ഈ സീതാദേവിയെ തിരിച്ച് രാമനെ ഏൽപ്പിക്കണമെന്ന് സ്വന്തം ജ്യേഷ്ഠന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള ആളാണ് വിഭീഷണൻ. ഹനുമാൻ സ്വാമിയെ ബന്ധസ്ഥനാക്കി മേഘനാഥൻ രാജസദസ്സിലേക്ക് വരുന്ന സമയത്ത് ഹനുമാനെ വധിക്കാനായി രാവണൻ മുന്നോട്ട് വരുമ്പോൾ അതിന് തടയിടുന്നതും വിഭീഷണന്റെ ഒരു ഇടപെടലാണ്. ഇങ്ങനെ എല്ലാ സമയത്തും നമുക്ക് ധർമ്മത്തിനൊപ്പം നിൽക്കുന്ന, ധർമ്മത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വിഭീഷണനെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് ചുറ്റുമുള്ളത് ഒരു മോശം സാഹചര്യമാണെങ്കിൽ പോലും താൽക്കാലികമായിട്ടുള്ള വിജയത്തിന് വേണ്ടി അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഭക്തൻ ചെയ്യേണ്ടത്. സാക്ഷാൽ വിഭീഷണൻ തൻ്റെ സഹോദരന്മാരോടുകൂടി ബ്രഹ്മാവിനെ തപസ് ചെയ്യുന്ന രംഗം രാമായണത്തിൽ പറയാറുണ്ട്. മനുഷ്യന്റെ കൈകൊണ്ട് മാത്രമേ മരിക്കാൻ പാടുള്ളൂ എന്നുള്ള വരമാണ് രാവണൻ വാങ്ങിയത്. 6 മാസം ഉറങ്ങാനും 6 മാസം എണ്ണീറ്റിരിക്കാനും ഉള്ള വരാണ് കുംഭകർണൻ വാങ്ങിയത്. വിഭീഷണൻ വാങ്ങിയ വര എന്താണ്? സദാസമയവും ധർമ്മചിന്തയുണ്ടാവണം, ഭക്തി ഉണ്ടാവണം, നാമം ജപിക്കാൻ തോന്നണം, ഇത്യാദി വരങ്ങളൊക്കെയാണ് വിഭീഷണൻ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക വരം കൂടി ബ്രഹ്മാവ് അറിഞ്ഞു കൊടുത്തു എന്നാണ് അങ്ങ് ചിരഞ്ജീവി ആയിരിക്കട്ടെ. ഇന്നും ഭാരതത്തിന്റെ ചിരഞ്ജീവി സങ്കല്പങ്ങളിൽ വിഭീഷണനുണ്ട്. അത് വിഭീഷണൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അസുര രാജാവാണ് എന്ന് കരുതരുത്. യഥാർത്ഥത്തിൽ ആർക്കാണ് ഈ ചിരഞ്ജീവിത്വം കിട്ടുന്നത്?
ഭക്തനാണ് ചിരഞ്ജീവിത്വം കിട്ടുന്നത്. നമ്മൾ ഇന്നും ഭഗവാന്റെ എത്രയെത്ര ഭക്തന്മാരെയാണ് ഇപ്പോഴും സ്മരിക്കാറുള്ളത് അല്ലേ? നോക്കൂ, നമ്മൾ ഇപ്പോഴും മേൽപ്പത്തൂരിനെ കുറിച്ച് പറയുന്നു, പൂന്താനത്തെക്കുറിച്ച് പറയുന്നു, വില്ലുമംഗലത്തെക്കുറിച്ച് പറയുന്നു, കുറൂരമ്മയെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെയുള്ള ഭക്തരൊക്കെ ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നു. അവരുടെ ശരീരം പോയെങ്കിലും അവരുടെ ജീവൻ, ചൈതന്യം ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്നും ജീവിക്കുന്ന അവരും ചിരഞ്ജീവികളാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തനാവുക എന്ന് പറയുന്നത് തന്നെ ഒരു ചിരഞ്ജീവി സ്ഥാനമാണ്. അതുണ്ടായിരുന്ന ആളാണ് വിഭീഷണൻ. അദ്ദേഹത്തിന്റെ സഹായം പല സമയത്തും രാമരാവണ യുദ്ധത്തിൽ ഭഗവാനെ സഹായിച്ചിട്ടുമുണ്ട്. ഒരു ഭക്തന്റെ കൂടി കടമയാണ് ഭഗവാനെ സഹായിക്കുക എന്നുള്ളത്. എന്തിനു വേണ്ടി? ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി. അതുകൊണ്ടാണ് നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളത്, മഹാത്മാക്കളുടെ പ്രധാനപ്പെട്ട വചനമാണ്, പുതിയ തലമുറയെ ഭഗവാനോടൊപ്പം ചേർത്ത് ധർമ്മ സംരക്ഷണത്തിനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളത്. കാരണം ഭഗവാന് വേണ്ടി ധർമ്മ സംരക്ഷണം ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടുതലായിട്ടുള്ളത് പുതിയ തലമുറയിലുള്ള ആളുകൾക്കാണ്. അവർക്കൊരു മോശം സാഹചര്യത്തിൽ അത് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. എങ്ങനെയാണോ വിഭീഷണൻ ചെയ്തത് അതുപോലെ സത്സംഗം ഉണ്ടാവുക. അദ്ദേഹം ഭഗവാന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് നല്ല ആളുകളുടെ കൂടെ ഇടപഴകാനും സംസാരിക്കാനും പെരുമാറാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവുകയും ചെയ്തു. നമുക്കും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് ഏതോ ആയിക്കൊള്ളട്ടെ, പല ആളുകളും നമ്മൾ ഉറക്കം നാമം ജപിക്കുമ്പോൾ ഇത് പാടില്ല എന്ന് പറയും, അമ്പലത്തിൽ പോകുമ്പോൾ അത് പാടില്ല എന്ന് പറയും. ഒരു മോശം സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ജീവിതം കടന്നു പോകുന്നുണ്ടാവുക. പക്ഷേ അതിൽ തളരാതെ സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം സദാസമയവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ എങ്ങനെയാണോ ഭഗവാൻ വിഭീഷണനെ ചേർത്ത് പിടിച്ചത് അതുപോലെ നമ്മളെയും ചേർത്ത് പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ടതായിട്ടില്ല. അങ്ങനെ ആ വിഭീഷണനെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച ആ ശ്രീരാമചന്ദ്ര സ്വാമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു രാമകഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.